ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെയും സസ്പെൻഡ് ചെയ്യും. അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ സുനിൽകുമാറും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതോടെയാണ് നടപടി. ഇന്ന് ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കും. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുന്നതിൽ ബോർഡ് നിയമോപദേശം തേടി. 24 ബ്രേക്കിംഗ്. MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ബോർഡ് യോഗത്തിൽ എന്തൊക്കെ നടപടികൾ പ്രതീക്ഷിക്കാം പ്രതീഷ്? ഉന്മേഷ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കൂടിയാണ് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഇതിൽ ചില നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി ദേവസ്വം ബോർഡ് ഇന്ന് സ്വീകരിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെതിരെ ആയിരിക്കും നടപടി. സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഇന്ന് ദേവസ്വം ബോർഡ് യോഗം കൈക്കൊള്ളും. ഈ പ്രതിപട്ടികയിൽ സുനിൽകുമാറിന്റെ പേര് ഉൾപ്പെട്ടതോടുകൂടിയാണ് ദേവസ്വം ബോർഡ് അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്. നേരത്തെ ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. അത് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ഈ ഉദ്യോഗസ്ഥന്റെ പേര് പ്രതിപട്ടികയിൽ കൂടി വന്നതോടുകൂടിയാണ് ഈ നിലവിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രതിപട്ടികയിൽ പേരുള്ളവരിൽ നിലവിൽ സുനിൽകുമാർ മാത്രമാണ് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് സർവീസിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഉദ്യോഗസ്ഥനെതിരെ ആദ്യഘട്ടത്തിൽ നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ മറ്റ് ഉദ്യോഗസ്ഥർ, അതായത് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡിന്റെ ഈ മാനുവൽ പ്രകാരം ഈ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇവരുടെ ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ തടയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ഈ കേസിൽ പ്രതി ചേർത്ത് അതിന് പിന്നാലെ ഏതെങ്കിലും തരത്തിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അവരുടെ ഒരു വിരമിക്കൽ ആനുകൂല്യം തടയുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. നിലവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചായിരിക്കും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഉൾപ്പെടെ ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിന്റെ മുന്നൊരുക്കങ്ങളും ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗം വിലയിരുത്തും. ഉന്മേഷം, കോടതി പലതവണ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ അറിയാതെ ഇത് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. ദേവസ്വം വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട് വന്നതിലും പല കണ്ടെത്തലുകളുമുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായ ഒരു പ്രതിരോധം തീർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി അല്ലെങ്കിൽ ആ മട്ടിലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് മാത്രം ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിൽ മുഖം രക്ഷിക്കാനാവുമോ? ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം വിജിലൻസിലും പറഞ്ഞിരുന്നു 2019 ദേവസ്വം ബോർഡും സംശയ നിഴലിലാണ്. ദേവസ്വം ബോർഡിന്റെ ഒരു മൗന അനുവാദം അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മതമില്ലാതെ ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്താൻ കഴിയില്ല എന്ന വിജിലൻസ് പറഞ്ഞിരുന്നു. ഒപ്പം അന്നത്തെ ദേവസ്വം ബോർഡിനെതിരെയും നടപടി കൂടി ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആ ഒരു തരത്തിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നതാണ് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ നിലവിൽ ഈ പ്രതി ചേർത്ത പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു നടപടി നിലവിലെ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. ഒപ്പം 2025 ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതുൾപ്പെടെ കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് എന്നതാണ് നിലവിലെ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ദേവസ്വം ബോർഡ് കാലത്തെയും ഇടപാടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നിലവിലെ ദേവസ്വം ബോർഡും ആവശ്യപ്പെടുന്നുണ്ട്. 2019 ഒപ്പം N വാസുവിന്റെ കാലത്തെ ഈ ദേവസ്വം ബോർഡ് ഭരണസമിതി ഉൾപ്പെടെ നിലവിൽ ഒരു അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ഈ രണ്ട് ഭരണസമിതിയുടെയും കാലത്താണ് പ്രധാനമായും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ദേവസ്വം ബോർഡ് ഭരണസമിതി കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇക്കാര്യം ചോദിച്ചപ്പോൾ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം ഇതിൽ തുടർ നടപടി സ്വീകരിക്കും എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയും നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഭരണ നേതൃത്വവും സംശയ നിഴലിൽ തുടരുകയാണ്. ക്രിസ്റ്റീന, ശരി. MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.